ഹായ്, ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. അതിന് കാരണം എന്ന് പറയുന്നത് യൂട്യൂബ് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഒരു കാലത്ത് ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നെങ്കിലും സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ റീച്ചോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാച്ച് അവർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് സിൽവർ പ്ലേ ബട്ടനൊക്കെ നമ്മൾ ആഗ്രഹിച്ചാലും കിട്ടാക്കനിയായിട്ട് നിൽക്കായിരുന്നു. പക്ഷേ ഞാൻ ബിഗ് ബോസിൽ പോയി പുറത്തിറങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് യൂട്യൂബ് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ മാത്രം അച്ചീവ്മെൻ്റ് അല്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എൻ്റെ ഓരോ വീഡിയോകളും പഴയ വീഡിയോകളും അടക്കം കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നിപ്പോൾ ഈ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നത്. ഇത് എൻ്റെ സ്ഥലമാണ്, എൻ്റെ കൃഷി സ്ഥലമാണ്. ദാ ഇവിടെ എൻ്റെ പാടൊക്കെയാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോകളിൽ കാണിക്കാം. ദാ ഇപ്പോൾ ഇത് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം എനിക്ക് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമാണ്. നമ്മളുടെ ചാനൽ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ ഇതിൻ്റെ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണണം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 സെക്കൻഡ് പ്രൈസ് കിട്ടിയ അനീഷിനിപ്പോൾ ഒരു സമ്മാനം, അതായത് ബിഗ് ബോസ് സീസൺ 7 കപ്പ് കിട്ടിയില്ലെങ്കിലും അനീഷിനിപ്പോൾ യൂട്യൂബ് ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ അനീഷിന് അങ്ങനെ അവസാനം കിട്ടിയിരിക്കുകയാണ്. പുള്ളിക്കാരൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പ്ലേ ബട്ടനായിട്ട് തന്നെ. അത് പുള്ളി ഈ വീഡിയോയിൽ തന്നെ പറയുന്നുമുണ്ട്. അതായത് അനീഷ് ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ അനീഷിന് ഈ ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ സമയത്തൊന്നും തന്നെ ഒരു വലിയ തോതിലുള്ള ഒരു റീച്ചും കാര്യങ്ങളൊന്നും തന്നെ ആ ചാനലിൽ ഇല്ലായിരുന്നു എന്ന് അനീഷ് തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ സബ്സ്ക്രൈബേഴ്സും കുറവായിരുന്നു. 1,00,000 സബ്സ്ക്രൈബേഴ്സ് എത്തിയാൽ മാത്രമേ ഈ ഒരു പ്ലേ ബട്ടന് അർഹനാവത്തുള്ളൂ. പക്ഷേ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് അനീഷിൻ്റെ ഈ ഒരു ചേഞ്ചസിനുള്ള ആ ഒരു സംഭവ വികാസങ്ങളൊക്കെ തന്നെ. അതായത് അനീഷിന് ഓരോ കാര്യങ്ങൾ, അനീഷ് വിചാരിച്ച ഓരോ കാര്യങ്ങളായിട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അനീഷ് വിചാരിച്ച കണക്ക് തന്നെ ആ ഒരു പ്ലേ ബട്ടൺ അനീഷിന് സ്വന്തമായിരിക്കുന്നു. 1,00,000 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അനീഷിൻ്റെ ചാനലായിരിക്കും. അത് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയത്. ഇപ്പോൾ അനീഷിൻ്റെ ചാനലിൽ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1,00,000 പുറത്ത് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. ഏകദേശം 1,00,000 അടുപ്പിച്ച് ഇപ്പോൾ അനീഷിന് ചാനലിലെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതിന് പുറമെ ഇപ്പോൾ അനീഷിന് ഒരു പ്ലേ ബട്ടൺ കൂടി ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ തന്നെയാണ് അനീഷ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം തൻ്റെ ആ ഒരു അധ്വാനത്തിനുള്ള ഒരു റിസൾട്ട് എനിക്ക് കിട്ടുക, അതിപ്പോൾ ആരുടെ കാര്യമായാലും നമ്മുടെ ആരുടെ കാര്യമായാലും. ഇപ്പോൾ താൻ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങുന്നു, ആ ചാനൽ ഇപ്പോൾ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് കയറുന്നു, ഇപ്പോൾ 1,00,000 മീതിയൊക്കെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നു. അതിൻ്റെ ഒരു പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കുമുള്ള ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അനീഷിൽ പ്രകടമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് പുള്ളിക്കാരൻ അത് ഈ പറയുന്ന തരത്തിൽ ആ സന്തോഷം തന്നെ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ അറിയുക കൂടി ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. എന്നാൽ അനീഷ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ പോയതിന് ശേഷം പലതരത്തിലുള്ള മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ പല രീതിയിലുമുള്ള സൗഭാഗ്യങ്ങൾ അനീഷിനെ തേടി എത്തുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ ഇപ്പോൾ അനീഷിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം, അനീഷ് വിചാരിച്ച കണക്ക് തന്നെ, അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ താൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ അനീഷ് എന്ന് പറയുന്നത് ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെ തന്നെ അനീഷ് ചെയ്ത ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ അതിനൊന്നും തന്നെ പ്രതീക്ഷ അളവിലുള്ള വ്യൂസോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കയറി വരിക ആ ഒരു തരത്തിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ബിഗ് ബോസ് പോയതിനു ശേഷം ഉണ്ടായ മാറ്റങ്ങൾ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ പോയതിൽ ഏറ്റവും കൂടുതൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുത്തത് അനീഷ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത് ഈ പറയുന്ന വിന്നറായിട്ടുള്ള അനുമോളായാൽ പോലും അനുമോൾക്കൊക്കെ ഇതിന് മുന്നേ തന്നെ ആ ഒരു തരത്തിലുള്ള റീച്ചും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസിൽ ഒരു കോർണറായിട്ട് പോയിട്ട് ഇത്ര വലിയ തോതിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു ഉയർച്ച ഉണ്ടായ ഒരു വ്യക്തി അത് തീർച്ചയായിട്ടും അനീഷ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഇപ്പോഴും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ കാര്യങ്ങളായിട്ട് അനീഷ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം തന്നെയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, ഓരോ കാര്യങ്ങളായിട്ട് അനീഷിനെ തേടിയെത്തട്ടെ. ആ ഒരു സന്തോഷം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ.